നല്ല നല്ല സിനിമകൾ ഉണ്ടാക്ക്. അള്ളാഹുവാണ് എന്നെ ഇതിനു മുമ്പിൽ എത്തിച്ചത്. ഇത് തീർച്ചയായിട്ടും ഇടണം. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? ഇതുപോലത്തെ സൂപ്പർ സിനിമ ജീവിതത്തിൽ കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. ഇതാണ് സിനിമ. വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എക്കിള് വന്നെ. എന്തിന്റെ സൂക്കേടാ? വയസ്സ് 70 കഴിഞ്ഞു. പലയിടത്തും അടഞ്ഞൊതുങ്ങിയിരിക്കാതെ ഇപ്പോഴും കൊറേ അലവലാതി സിനിമകൾ കുറെ ഇറങ്ങുന്നുണ്ട്. ഒന്നിനും കൊള്ളൂല. ഈ നാട്ടിൽ ആർക്കാണ് ധൈര്യം ഉള്ളതെന്ന്? അതിന് എന്റെ കോങ്ങയ്ക്ക് പിടിച്ചിട്ടെന്താ കാര്യം? പിടിക്കുന്നെങ്കിൽ അയാളുടെ കോങ്ങയ്ക്ക് പോയി പിടിക്കണം. മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഒരു ഗുണവും അത് കണ്ടിട്ട്. പച്ച സിനിമ. എടോ ഇത് ബ്ലൂവാ? അതെ, പിന്നെ അതെങ്ങനെ ബ്ലൂ ആയി? ബ്ലൂ കൊണ്ട് അടുത്ത വെച്ചിരുന്നു, അതൊന്ന് പറഞ്ഞായിരിക്കും. അത് ശരിയാ, മാഗ്നറ്റിക് ടേപ്പ് അല്ലേ, അങ്ങനെ സംഭവിക്കാം. ബാക്കിയെല്ലാം ഡെഡ് സിനിമ. ഇതാണ് സിനിമ. പഴയ സിനിമകളൊക്കെ എവിടെ? അത് കാണിച്ചാ ഞങ്ങൾക്ക്. ഞാൻ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ, പുന്നപ്പുറ വയനാടിന്റെ പച്ചയാം ഇരിപ്പിട്ട സഹിയിൽ തലവെച്ച് കിടക്കുന്ന ആ മലയാളക്കരയിന്നെവിടെ? പച്ച പനന്തത്ത പാറി പറന്ന് നടക്കുന്ന ആ പുഞ്ചപ്പാടങ്ങൾ ഇന്നെവിടെ? എന്റെ മനസ്സിലാഗ്രഹം കൊണ്ടാണ് അള്ളാഹു ഇന്ന് ഇതിന് വേണ്ടി. നേരാണ് മോനെ. കണ്ടാ തോന്നില്ലല്ലേ? ഇതൊക്കെ ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല ബാലേട്ട, ആലോചിക്കുന്നതോറും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മനുഷ്യര് ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കിട്ട് തിയേറ്ററിൽ വന്നാല് നല്ല സിനിമ കാണാൻ പറ്റൂല. ഈ തള്ള എന്താണ് പറയണത്? ഇതൊക്കെയാണ് ഒരു സിനിമ. ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്ക്, അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്ക്. തന്നെ ഉണ്ടാക്കിയാ മതി. പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും സുഹാസിനിയുടെയും ഒക്കെ സിനിമകൾ വരുത്ത്. എന്താ എന്റെ ഉദ്ദേശം? ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയിട്ട് പൈസ ചെലവാക്കിയിട്ട് പണം ഉണ്ടായിട്ട് സാധാരണ മനുഷ്യന്മാരെ കണ്ടിട്ട് സഹികെട്ടിട്ട് തിയേറ്ററിൽ അമ്മേ എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാൻ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇതും കൊണ്ടുപോയി ചോദിക്ക്. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണം. ഇരുന്നിട്ട് സമയത്തിച്ചിട്ടാ പോണത്. നല്ല നല്ല സിനിമകൾ ഉണ്ടാക്ക്. യൂസി, ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവിലാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. എന്നാ ഇറങ്ങിക്കോ.